ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ് ഹെഡപ്പ്. ഇന്ന് നോക്കാൻ പോകുന്നത് ആൻറ്റി ആങ്സൈറ്റി ഡ്രഗ്സ് ആണ്. ഭയങ്കര സിമ്പിൾ ടോപ്പിക്കാണ്. ഒരുപാട് ഡ്രഗ്സൊക്കെ നമ്മളിനി ഫർദർലി പഠിക്കുന്നുണ്ടാകും. സോ ആൻറ്റി ആങ്സൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആങ്സൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരു സ്റ്റിമുല ഉണ്ടാവുക. അപ്പം അതിൽ ഒരുപാട് സൈക്കാട്രിക് ഡിസോർഡേഴ്സും പറയുന്നുണ്ട്. സ്ട്രെസ് ആകാം, അല്ലെങ്കിൽ ഈവൻ ദോ എന്തെങ്കിലും മെഡിക്കൽ ഡിസോർഡേഴ്സ് ആകാം, ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോഗ്ലൈസീമിയ ഒക്കെ ആകാം, അല്ലെങ്കിൽ പാർഷ്യൽ സീഷർ, പൾമണറി ഡിസോർഡേഴ്സ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. സോ ബേസിക്കലി ആങ്സൈറ്റി ഉണ്ടാവുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടാവും. ടാക്കിക്കാർഡിയ, പാൽപിറ്റേഷൻ, ചെസ്റ്റ് ടൈറ്റ്നസ്, ഡൈഫോറിയാസിസ്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുക, നൗസിയ, ഡയറിയ, ഇൻഡസ്ട്രിയൽ ക്രാമ്പ്, ഡ്രൈ മൗത്ത് ഒക്കെയാണ് നോർമലി കാണുക കേട്ടോ. സോ ബേസിക്കലി മനസ്സിലാക്കുക, ആൻറ്റി ആങ്സൈറ്റി അല്ലെങ്കിൽ ആങ്സൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു അത് ക്ലിയർലി അസോസിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഐഡൻറ്റിഫയബിൾ സ്റ്റിമുലസ് ഉണ്ടാകുന്നു. അതുപോലെ നമുക്ക് പേടി കാരണമൊക്കെ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകാം. സോ ഇപ്പോൾ എക്സാമ്പിളിൽ നമുക്കറിയാം, സർജറി ചെയ്യാൻ പോവുകയാണ്. അപ്പം സർജറിക്ക് മുന്നേ നമുക്കൊരു പേടി ഉണ്ടായി, ഇതെന്താ സംഭവിക്കാൻ പോകണം, എങ്ങനെയാണ് സംഭവിക്കുക, അപ്പം നമുക്കൊരു ആങ്സൈറ്റി ഫീൽ ചെയ്യില്ലേ, അത് തന്നെയാണ്. അപ്പോൾ അതിന് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ് ആൻറ്റി ആങ്സൈറ്റി ഡ്രഗ്സ് കേട്ടോ. സോ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് അത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ചെയ്യുന്നതാണ്. നമ്മുടെ സിമ്പത്തറ്റിക് അഡ്രിനർജിക് നെർവസ് സിസ്റ്റം എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനെയും റിലീസ് ചെയ്യും. സിമ്പത്തറ്റിക് അഡ്രിനർജിക് നെർവസ് സിസ്റ്റം എപ്പിനെഫ്രിനെയും നോർ എപ്പിനെഫ്രിനെയും എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. ഇനി പാരാസിമ്പത്തിക് നെർവസ് സിസ്റ്റം എന്തെന്നറിയോ, ആ സമയത്ത് എന്ത് ചെയ്യും, ഈ രണ്ട് സാധനത്തിനെയും ഇൻഹിബിറ്റ് ചെയ്യുന്നു. സിമ്പത്തറ്റിക് അഡ്രിനർജിക് നെർവസ് സിസ്റ്റം എപ്പിനെഫ്രിൻ നോർ എപ്പിനെഫ്രിനും റിലീസ് ചെയ്യുന്നു. ആ സമയത്ത് പാരാസിമ്പത്ത് സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സെറോട്ടോണിൻ ആൻഡ് ഗാമ അബിനോബ്യൂട്ടാറിക് ആസിഡ്, അതായത് സെറോട്ടോണിനും ഗാബയും ഓൾസോ മേ ബി റിലീസ്ഡ് വേരിയസ് ലെവൽ ഓഫ് ന്യൂറാക്സിസ് ആൻഡ് ഇൻ ദ ന്യൂറോൺ ഓഫ് ദ ബ്രെയിൻ. സോ നെക്സ്റ്റ് വൺ, സെറോട്ടോണിനും ഗാമ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ വേരിയസ് ലെവലുകളിൽ ബ്രെയിനിൽ വെച്ച് എന്ത് ചെയ്യും, റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. സ്റ്റിമുലേഷൻ ഓഫ് ദ എൻഡോക്രിൻ സിസ്റ്റം മേ റിസൾട്ട് ഇൻ സൈമൾട്ടേനിയസ് റിലീസ് ഓഫ് ബീറ്റ എൻഡോർഫിൻസ് ദാറ്റ് വർക്ക് വിത്ത് എഫെഡ്രിൻ ആൻഡ് നോർ എഫെഡ്രിൻ ടു പ്രൊഡ്യൂസ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് സച്ച് ആസ് മിഡ്രിയാസിസ്, പാലർ. സോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തെന്നു, ഈ എൻഡോക്രീൻ സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവിടെ ബി എൻഡോഫിനും ഉണ്ടായിരിക്കും. എന്തുണ്ടാവും, ബി എൻഡോഫിൻ. അപ്പം 3 കാര്യങ്ങളുണ്ടായി കേട്ടോ. എന്തൊക്കെ ഉണ്ടായത്, എപ്പിനെഫ്രിൻ ഉണ്ടായി, അതിൻ്റെ കൂടെ നോർ എപ്പിനെഫ്രിൻ ഉണ്ടായി, അതിൻ്റെ കൂടെ ബി എൻഡോർഫിനും ഉണ്ടായി. ഈ 3 സാധനവും എന്ത് ചെയ്യുന്നു, 3 സാധനവും കൂടെ എന്ത് ചെയ്യുന്നു, നമുക്ക് റെസ്പിറേറ്ററി റേറ്റ് കൂട്ടുന്നു, കാർഡിയാക് റേറ്റ് കൂട്ടുന്നു, ബേസിൽ മെറ്റബോളിക് റേറ്റുകൾ കൂട്ടുന്നു, ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടുന്നു, ബ്ലാഡർ കുറയ്ക്കുന്നു, ബവൽ മൂവ്മെൻറ്റ് കുറയ്ക്കുന്നു, ജെനറ്റൽ ഫങ്ഷനിങ് കുറയ്ക്കുന്നു, ബ്ലഡ് ഫ്ലോ ഒക്കെ മസിൽസിൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് മെക്കാനിസം. ഇത്രയും നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കി വയ്ക്കാം. ഇനി ക്ലാസിഫിക്കേഷൻ നോക്കാം. ബെൻസോഡൈസെപ്പിൻ, ഡൈസെപ്പാം, ക്ലോഡൈസെപ്പോക്സൈഡ്, ഓക്സാസെപ്പാം, ലൊറാസെപ്പാം, അൽപ്രാസോളം, ക്ലോണാസെപ്പം, ഫ്ലൂറാസെപ്പം. നെക്സ്റ്റ് വൺ ഈസ് അസാപ്രയോൺസ് ആണ്. ബ്യൂസ്പിറോൺ, ജെപ്പിറോൺ, അസാപ്രിയോൺ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സെഡേറ്റീവ് ആണ്, ഹൈഡ്രോക്സൈൻ. നെക്സ്റ്റ് വൺ ഈസ് ബാർബിറ്റുറേറ്റ്, അമോബാർബിറ്റാൽ, ഫിനോബാർബിറ്റോൾ, പെൻഡോബാർബിറ്റോൾ ആൻഡ് തയോബാർബിറ്റാൾ. സോ ബീറ്റാ ബ്ലോക്കേഴ്സ്, പ്രൊപ്പറനോൾ. ആൻറ്റി ഡിപ്രസൻസ് ഉണ്ട്, അതിൽ സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ഫ്ലൂസെൻറ്റൈൽ, ഫ്ലൂവോക്സാമൈൻ, പൊറാക്സെറ്റൈൻ, എസ്കിറ്റിലോപ്രാം, സിറ്റാലോപ്രാം, ഡോക്സാറ്റൈൻ. എഫക്റ്റ് ഇൻ ദി ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. സോ ഇത്രയും ഡ്രഗുകൾ നമ്മൾ എന്താണ്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡേഴ്സിന് യൂസ് ചെയ്യാം കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് സെറോട്ടോണിൻ ആൻഡ് നോർ അഡ്രിനൽ റീ അപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, വാൻലെഫക്സൈൻ ആൻഡ് ഡുലോക്സെറ്റൈൻ. സോ ഇതിനകത്ത് ഒരുപാട് ഡ്രഗ്സുകൾ നമ്മൾ പല സ്ഥലങ്ങളിലും പഠിച്ചതാണ്. അപ്പോൾ എല്ലാ ഡ്രഗ്സ് ഒന്നും പറയുന്നില്ല, ചില ഡ്രഗ്സുകൾ മാത്രമേ നമ്മൾ ജസ്റ്റ് പറയുന്നുള്ളൂ. അപ്പോൾ 1-2 ഒക്കെ നന്നായിട്ട് നോക്കി പഠിക്കുക. സോ ആൻറ്റി ഡിപ്രസൻ്റ് സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സും സെറോട്ടോണിൻ നോർ അഡ്രിനൽ റീ അപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ്സിനെ പറ്റി നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഈസ് ബെൻസോഡൈസെപ്പിൻ. അതിൽ ക്ലോർ ഡൈസെപ്പോക്സൈഡ് ആണ്. ഇതൊരു ആങ്സിയോലൈറ്റിക്
ഡൈസപ്പീൻ ഡെറിവേറ്റീവ് ആണ്. ഇതിന് ആൻറ്റി കൺവൾസൻ, സെഡേറ്റീവ്, അബ്നീഷിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണ്? സെഡേറ്റീവ് ഉണ്ട്, അബ്നീഷിക് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കാൻ പോവാണ്. അതായത് നമ്മുടെ ഗാബ റിസപ്റ്റർ കോംപ്ലക്സ് എവിടെ ഇരിക്കുന്നത്? ബെൻസോ ഡൈസപ്പീൻ ബൈൻഡിങ് സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റീരിയോ സ്പെസിഫിക് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ബൈൻഡ് ടു സ്റ്റീരിയോ സ്പെസിഫിക് ബെൻസോ ഡൈസപ്പീൻ ബൈൻഡിങ് സൈറ്റ്. ഓക്കെ, ബെൻസോ ഡൈസപ്പീൻ ബൈൻഡിങ് സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റീരിയോ സ്പെസിഫിക് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. അതെവിടെയാണ്? ഓൺ ഗാബ റിസപ്റ്റർ കോംപ്ലക്സ്, എൻഹാൻസിങ് ഗാബ മീഡിയറ്റ് ക്ലോറൈഡ് ഇൻഫ്ലക്സ്. അങ്ങനെ ഗാബ മീഡിയറ്റ് ക്ലോറൈഡ് ഇൻഫ്ലക്സ് കൂട്ടുന്നു. യൂസ് പറയുവാണെങ്കിൽ ആൻറ്റി ആങ്സൈലേറ്റ്, സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ഓഫ് ആൽക്കഹോൾ വിഡ്രോവലാണ്. ആങ്സൈലേറ്റിക് ആണ്, നമ്മൾ ആൽക്കഹോൾ വിഡ്രോവലിന് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഓക്സിസെപ്പം ആണ്. ഇന്റർമീഡിയറ്റ് ആക്ടിംഗ് ബെൻസോഡൈസെപ്പിൻ യൂസ്ഡ് ഫോർ ആൽക്കഹോൾ വിഡ്രോവൽ ആൻഡ് ആങ്സൈറ്റി ഡിസോർഡർ. സോ ആൽക്കഹോൾ വിഡ്രോവലിനും ആങ്സൈറ്റി ഡിസോർഡറിനും യൂസ് ചെയ്യാറുണ്ട്. ആക്ട് ഓൺ ഗാബ റിസപ്റ്ററാണ് ആക്ട് ചെയ്യുന്നത്. പ്രൊഡ്യൂസിങ് ഇൻഹിബിറ്ററി പോസ്റ്റ് സിനാപ്റ്റിക് പൊട്ടൻഷ്യൽസ്. എന്താണ്? ഇൻഹിബിറ്ററി പോസ്റ്റ് സിനാപ്റ്റിക് പൊട്ടൻഷ്യൽസ് ഇൻഹിബിറ്റ് ചെയ്യുന്നു. മെറ്റബോളൈറ്റ്സ് ഓഫ് അതർ ബെൻസോഡൈസെപ്പിൻ. എന്താണ്? അതർ ബെൻസോഡൈസെപ്പിൻസിന് മെറ്റബോളൈറ്റും കൂടെയാണ്. സോ ഇതാണ് ബെൻസോഡൈസെപ്പിൻസിലെ 2 ഡ്രഗുകൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് 2 ഡ്രഗ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി അതുമാത്രമല്ല, ആൻറ്റി ആങ്സൈറ്റി ഡ്രഗ്സ് ആർ മെഡിക്കേഷൻ ഡിസൈൻ ടു കാം ആൻഡ് റിലാക്സ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിങ് എക്സസീവ് ആങ്സൈറ്റി, നെർവ്നെസ് ഓർ ടെൻഷൻ. നേരത്തെ ഓൾറെഡി പറഞ്ഞവരാണ്. ടെൻഷനോ ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡ്രഗാണ്. ദർ കോമൺലി യൂസ് ഫോർ ഷോർട്ട് ടേം കൺട്രോൾ ഓഫ് സോഷ്യൽ ഫോബിയ ഡിസോർഡർ ഓർ സ്പെസിഫിക് ഫോബിക് ഡിസോർഡർ. ഒന്നെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സോഷ്യോ ഫോബിക് ഡിസോർഡർ. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് പുറത്തെ ആൾക്കാർ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗ്സുകളാണ്. ദീസ് ഡ്രഗ് അലിവേറ്റ് സിംറ്റം അസോസിയേറ്റ് വിത്ത് ആങ്സൈറ്റി ഓഫൺ വർക്ക് ബൈ മോഡുലേറ്റിംഗ് ന്യൂറോ ട്രാൻസ്മിറ്റർ ലൈക്ക് നോർ അഡ്രിനൽ ആൻഡ് സെറോട്ടോണിൻ. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നോർ അഡ്രിനാലിനെയും സെറോട്ടോണിനെയും ആണ് മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത്. ഇതിനെ ടാർഗറ്റ് ചെയ്ത്, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആങ്സൈറ്റീനെ കുറച്ച് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമുക്കവിടെ ബേസിക് ആയിട്ട് ഉദ്ദേശിക്കേണ്ടത്. നെക്സ്റ്റ് വൺ ബെൻസോഡൈസെപ്പിൻ. ഓൾറെഡി പറഞ്ഞു, ബെൻസോഡൈസെപ്പിൻ ബൈൻഡ് ടു സ്പെസിഫിക് റിസപ്റ്റർ സൈറ്റ് BZ1 ആൻഡ് BZ2. അതായത് ബെൻസോഡൈസെപ്പിൻ സ്പെസിഫിക് റിസപ്റ്ററിലാണ് ബൈൻഡ് ചെയ്യുന്നത്, BZ1 ആൻഡ് BZ2. BZ1 is involved in sleep, while BZ2 is involved in memory, motor function, sensory processing and cognitive function. സോ ഇപ്പം എന്ത് മനസ്സിലായി? നമ്മൾ BZ1 മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഉറക്കം ഉണ്ടാവുകയും, BZ2യിലേക്കാണെങ്കിൽ മെമ്മറി, മോട്ടോർ ഫംഗ്ഷൻ, സെൻസറി പ്രോസസ്സിങ്, കൊഗ്നേറ്റീവ് ഫംഗ്ഷൻ. അപ്പം ഏറ്റവും കൂടുതൽ ആൻറ്റി ആങ്സൈറ്റി ഡ്രഗ്സ് നമ്മൾ ഫോക്കസ് ചെയ്യുക BZ2യിലായിരിക്കും കേട്ടോ ഫോക്കസ് ചെയ്യുക. കാരണം നമുക്ക് കൊഗ്നേറ്റീവ് ഫംഗ്ഷൻസ് ഒക്കെ വരുന്നത് അവിടെയാണ്. ഇനി ആക്ടിവേഷൻ ഓഫ് ബെൻസോഡൈസെപ്പിൻ റിസപ്റ്റർ ബൈ ഗാബ റിസൾട്ടിങ് ഇൻ ഇൻക്രീസ് ന്യൂറൽ ഇൻഹിബിഷൻ ആൻഡ് CNS ഡിപ്രഷൻ. സോ നെക്സ്റ്റ് എന്താണ്? ആക്ടിവേഷൻ ഓഫ് ബെൻസോഡൈസെപ്പിൻ റിസപ്റ്റർ. അതായത് ബെൻസോഡൈസെപ്പിൻ റിസപ്റ്ററിൻ്റെ ആക്ടിവേഷൻ നടക്കുകയാണെങ്കിൽ ആര്? ബൈ ഗാബ റിസൾട്ട് ഇൻ ഇൻക്രീസ്ഡ് ന്യൂറോണൽ ഇൻഹിബിറ്റ്. അതായത് നമ്മൾ ഈ പറഞ്ഞ ന്യൂറോണൽ ഇൻഹിബിഷൻസ് ഒക്കെ ഉണ്ടാവുകയും CNS ഡിപ്രസ് ആവുകയും ചെയ്യും. അതായത് നമ്മുടെ ടോട്ടൽ ആക്ടിവിറ്റീസ് എന്തെന്നു കുറയുന്നു എന്നുള്ളതാണ്. CNS ആക്ടിവിറ്റീസ് കുറയുന്നു. ഇനി വേരിയസ് സബ് ടൈപ്പ് BZ1 to BZ6X, അതായത് BZ22, BZ3, BZ4 അങ്ങനെ 6 വരെ ഉണ്ട്. വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷൻ, ഓരോരോ ഫംഗ്ഷൻസ് ആയിട്ടുണ്ട്. ഇൻഹിബിഷൻ ഓഫ് ബെൻസോഡൈസെപ്പിൻ റിസപ്റ്റർ ഇൻ ഡിഫറെൻറ്റ് ഏരിയ ഓഫ് ദ ബ്രെയിൻ പ്രൊഡ്യൂസ് സ്പെസിഫിക് എഫക്ട്. അതായത് ബ്രെയിനിൻ്റെ ഏത് ഭാഗത്താണോ ഇത് പോയിട്ട് റിസപ്റ്ററിൽ ഇരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് ആക്ടിവിറ്റി ഉണ്ടാവുക. മസിൽ റിലാക്സേഷൻ ഇൻ സ്പൈനൽ കോഡ്, ആൻറ്റി കൺവൾസൻ്റ് എഫക്ട് ഇൻ ദ ബ്രെയിൻ സ്റ്റം, അറ്റാക്സി ഇൻ ദ സെറിബെല്ലം, ഇമോഷണൽ ബിഹേവിയർ മോഡുലേഷൻ ഇൻ ദ ലിംഫാറ്റിക് ആൻഡ് ക്രോണ്ടിക്കൽ ഏരിയ. സോ ഡിപ്പെൻഡ് ചെയ്തിരിക്കട്ടെ. നമുക്ക് ഇത്രയൊന്നും എൻ്റെ പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ബേസിക്സ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ബെൻസോഡൈസെപ്പിൻസ് എങ്ങനെയാണ്, അപ്പം BZ1 to BZ2 ആണെന്ന് മനസ്സിലാക്കുക, അത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. സോ BZ1 ആണെങ്കിൽ സ്ലീപ്പും, BZ2 ആണെങ്കിൽ മെമ്മറി, മോട്ടോർ ഫംഗ്ഷൻ, കോഗ്നേറ്റീവ് ഫംഗ്ഷൻസ്. സോ BZ1 to BZ6 വരെ നമുക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ബെൻസോഡൈസെപ്പിൻ റിസപ്റ്ററിൽ പോയിരിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കുക? ന്യൂറോണൽ ഇൻഹിബിഷൻ ഉണ്ടാവുകയും CNS ഡിപ്രഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. മെയിൻ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ നോർ അഡ്രിനലും സെറോട്ടോണിനും ആണെന്നും മനസ്സിലാക്കി വെക്കുക. ഇത്രയും മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ കേട്ടോ. ഇനി ആങ്സൈലറ്റിക് എഫക്റ്റ് ആർ ഡിസ്റ്റിങ് ഫ്രം ജനറൽ CNS ഡിപ്രഷൻ കോൺസിക്വൻസ് സച്ച് എസ് സെഡേഷൻ ആൻഡ് മോട്ടോർ ഇമ്പയർമെൻറ്റ്. എന്താണ് ആങ്സിയോലൈറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്? നോർമലി നമ്മൾ CNS ഡിപ്രഷൻ ചെയ്യുന്നതും സെഡേഷൻ കൊടുക്കുന്നതും അല്ലെങ്കിൽ മോട്ടോർ ഇമ്പയർമെൻറ്റും ഒക്കെ ആയിട്ട്
വളരെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി ബെൻസോഡാസെപ്പിൻ ആക്ട് സെഡേറ്റീവ് ഹിപ്നോട്ടിക് ബൈ ഇൻഫ്ലുവൻസിങ് ദ ലിംഫാറ്റിക് സിസ്റ്റം ആൻഡ് സബ് കോർട്ടിക്കൽ CNS. സോ ബെൻസോഡാസെപ്പിൻസ് എങ്ങനെയാണ് സെഡേഷൻ ഹിപ്നോട്ടിക് കൊടുക്കുന്നത്? നമുക്ക് സെഡേറ്റീവ് ഹിപ്നോട്ടിക് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതുകൂടെ തന്നെ സബ് കോർട്ടിക്കൽ CNSനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ലിംഫാറ്റിക് സിസ്റ്റം ആൻഡ് സബ് കോർട്ടിക്കൽ CNS. നമുക്ക് ഇത്രയും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ഇതൊരു എക്സ്ട്രാ ടോപ്പിക് പോയിന്റ്സ് ആണ്, വേണമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. They alter sleep architecture, shortening REM sleep and stage 4 sleep but increasing total sleep time. നമുക്ക് ഓൾറെഡി അറിയാം, സെഡേറ്റീവ് ഹിപ്നോട്ടിക് അറിയാം, ഡോസ് ഡിപ്പെൻഡൻ്റ് ആണ്, ഡോസ് കൂടുന്നതനുസരിച്ച് ഹിപ്നോട്ടിക് വരും. സോ അത് നമ്മൾ സ്ലീപ്പിനെ ഓൾട്ടർ ചെയ്യാറുണ്ട്. നമുക്കറിയാം നമ്മുടെ സ്റ്റേജ് REM സ്ലീപ്പും NREM സ്ലീപ്പും ഒക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കും. നമുക്ക് ജനറൽ അനസ്തേഷ്യയിൽ പഠിക്കാനുണ്ട്, നമുക്ക് അവിടെ കാര്യമായിട്ട് പഠിക്കാം. ഇനി ഹൈ അബ്യൂസ് നോർമലി കാണാറുണ്ട് ഈ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. ക്ലോണാസെപ്പം ഈസ് എ പൊട്ടൻഷ്യൽ ആൻഡ് എഫക്റ്റീവ് അഗെയിൻ ആബ്സെന്റ് സീഷർ. നെക്സ്റ്റ് ക്ലോണാസെപ്പം പറയുന്നുണ്ട്. ക്ലോണാസെപ്പം എന്താണ്? നമ്മൾ ആബ്സെന്റ് സീഷറിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ബ്യൂസ്പിറോൺ ആണ്. ബ്യൂസ്പിറോൺ ലാക്ക് ദ ടിപ്പിക്കൽ ബെൻസോഡാസെപ്പിൻ എഫക്റ്റ് ആൻഡ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് BZ എഫക്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് ബ്യൂസ്പിറോൺ ആണ്. ബ്യൂസ്പിറോൺ എന്താണ്? ലാക്ക് ദ ടിപ്പിക്കൽ ബെൻസോഡാസെപ്പിൻ എഫക്റ്റ്. ബെൻസോഡാസെപ്പിൻ എഫക്റ്റ് എന്ത് ചെയ്യുന്നു? കുറയുകയാണ് ചെയ്യുക. അത്രയും ബെൻസോഡാസെപ്പിൻ എഫക്റ്റ് ഒന്നും കിട്ടില്ല ആർക്ക്? ബ്യൂസ്പിറോണിന്. ആൻഡ് ഈസ് നോട്ട് അസോസിയേറ്റ് വിത്ത് BZ എഫക്റ്റ്. ബെൻസോഡാസെപ്പിൻ എഫക്റ്റുമായിട്ട് അസോസിയേറ്റഡ് അല്ല. ആൻഡ് വൺസ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ബെൻസോഡാസെപ്പിൻ വേരി. അത് നമുക്കറിയാം ബെൻസോഡാസെപ്പിന് പലതരത്തിലുണ്ട്. ഷോർട്ട് ആക്ടിങ്, അൾട്രാ ഷോർട്ട് ആക്ടിങ്, അങ്ങനെ പലതരത്തിലുണ്ട്. ഇന്റർമീഡിയറ്റ് ആക്ടിങ് അങ്ങനെയുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, വേണമെങ്കിൽ മാത്രം ഇത്രയും പഠിച്ചാൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ബേസിക്സ് പറഞ്ഞു എന്നേ ഉള്ളൂ, അത് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ ആദ്യം പറഞ്ഞ 1, 2, 3, 4, 6 ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ലോറാസെപ്പം ആണ്. ബെൻസോഡാസെപ്പിൻസ് ആണ്. ആങ്സൈറ്റി, സ്റ്റാറ്റസ് എപ്പിലെപ്റ്റസ്, സെഡേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അമേഷ്യ ആൻഡ് ബൈൻഡ് ടു അലോസ്റ്ററിക് സൈറ്റ് ഓഫ് ഗാബ റിസപ്റ്റർ. എങ്ങനെ വന്നാലും ഗാബ തന്നെയാണ് കേട്ടോ. അലോസ്റ്ററിക് സൈറ്റ് ഓഫ് ഗാബ റിസപ്റ്റർ ആൻഡ് പൊട്ടൻഷിയേറ്റിംഗ് ഗാബ എഫക്റ്റ്. ഗാബ എഫക്റ്റിൽ നിന്നും പൊട്ടൻഷിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് അൽപ്രാസോളം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രൈസോളോ ബെൻസോഡൈസെപ്പീൻ ആണ്. പാനിക് ഡിസോർഡേഴ്സിന് കൊടുക്കുന്നത്. പാനിക് അറ്റാക്ക് ഒക്കെ വരില്ലേ, നമുക്ക് പെട്ടെന്ന് സ്ട്രെസ്സൊക്കെ വന്നിട്ട് പാനിക് അറ്റാക്ക് വരില്ലേ, ആ പരിപാടിക്ക് കൊടുക്കുന്നതാണ്. ആങ്സൈറ്റി ഡിസോർഡർ ആണ്. സോ ബൈൻഡ് നോൺ സ്പെസിഫിക് ടു ബെൻസോഡാസെപ്പിൻ റിസപ്റ്റർ BZ1 ആൻഡ് BZ2. എവിടെയൊക്കെയാണ്? BZ1 റിസപ്റ്ററിലും BNZ1ലും BNZ2ലുമാണ് ചെയ്യുക കേട്ടോ. ഞാൻ എപ്പോഴും BZ എന്ന് പറയുക, BNZ ആണ് കേട്ടോ. സോ BNZ1ഉം BNZ2ലേക്കുമാണ് ആക്ട് ചെയ്യുന്നത്. ഗാബ എഫക്റ്റ് തന്നെയാണ്, എൻഹാൻസിങ് ഗാബ എഫക്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് ബ്യൂസ്പിറോൺ ആണ്. സോ നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞു അല്ലേ, ആങ്സിയോലൈറ്റിക് ഏജന്റ് ആൻഡ് സെറോട്ടോണിൻ റിസപ്റ്റർ അഗോണിസ്റ്റ് ആണ്. മറന്നു പോകരുത്, അഗോണിസ്റ്റ് ആണ്. ചില ആൾക്കാർ ആൻറ്റഗോണിസ്റ്റ് എന്നൊക്കെ പെട്ടെന്ന് തിരിഞ്ഞു പോകാറുണ്ട്. അഗോണിസ്റ്റ് ആണ് ആങ്സിയോലൈറ്റിക് ഏജന്റ് ആൻഡ് സെറോട്ടോണിൻ റിസപ്റ്റർ അഗോണിസ്റ്റ്. മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുവാണെങ്കിൽ എവിടെയാണ്? 5-HT1A സെറോട്ടോണിൻ റിസപ്റ്റർ ബ്ലോക്സ് ഡോപ്പമിൻ ടൈപ്പ് 2 റിസപ്റ്റർ, ഇൻക്രീസ് ഫയറിംഗ് ഇൻ ദ ലോക്കസ് സെറീലിയസ്. സോ ബേസിക്കലി എന്തൊക്കെയാണ്? ഒന്ന് ബൈൻഡിങ് ടു 5-HT1A സെറോട്ടോണിൻ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നു. രണ്ടെന്ത് ചെയ്യുന്നു? ഡോപ്പമിൻ ടൈപ്പ് 2 DA2 റിസപ്റ്ററിൽ ബ്ലോക്ക് ചെയ്യുന്നു. ആൻഡ് ഇൻക്രീസ് ഫയറിംഗ് ഇൻ ദ ലോക്കസ് സെറൂലസ്. ലോക്കസ് സെറൂലസിൽ എന്ത് ചെയ്യുന്നു? ഫയറിംഗ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ കുറച്ച് പാടായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ സിമ്പിളാണ്. ആ പോയിന്റ്സുകൾ മാത്രം എന്ത് ചെയ്യുക? പഠിച്ചാൽ മാത്രം മതിയാകും, അല്ലാണ്ട് കൂടുതലായിട്ടൊന്നും കൺഫ്യൂസ്ഡ് ആക്കണ്ട കേട്ടോ. സോ ചില ആൾക്കാർ എങ്ങനെയാണ് പഠിക്കുക വെച്ചാൽ ബെൻസോഡാസെപ്പിൻസിൻ്റെ കോമൺ ക്യാരക്ടേഴ്സ് മാത്രം പഠിച്ച് പോവുകയാണ് ചെയ്യുക. സോ ഈ ലോക്കസ് കൊറൂലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു സ്മോൾ ബ്രെയിൻ സ്റ്റം ന്യൂക്ലിയസ് എന്നാണ് പറയുക. അതായത് നമ്മുടെ ന്യൂറോ മോഡുലേറ്ററി ലൈക്ക് ഈ നോർ എപ്പിനെഫ്രിനൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ പ്രൈമറി സോഴ്സ് ആണ് ഈ LC അല്ലെങ്കിൽ ലോക്കസ് കൊറൂഡുലസ്. അപ്പം നമുക്ക് അത്രയും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. സോ അഡ്വാൻറ്റേജ് ഡസ് നോട്ട് കോസ് സെഡേഷൻ ഓർ ഫിസിക്കൽ ഡിപ്പെൻഡൻസ്. ഇത് കണ്ടിന്യൂസ്ലി കഴിക്കാനൊന്നും ആൾക്കാർക്ക് തന്നെ തോന്നില്ല, ഡിപ്പെൻഡൻസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഞാൻ സിമ്പിൾ ഡ്രഗുകൾ കൊടുത്തിട്ടുണ്ട്, എൻ്റെ മേജർ മെക്കാനിസം ആക്ഷൻ അങ്ങനെ കൊടുത്തത്, അപ്പോൾ സിമ്പിളാണ് നിങ്ങൾക്ക് പഠിക്കാൻ. നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രോക്സൈൻ ആണ്. പൈപ്രാസിൻ സ്ട്രക്ചറിൽ ടു ബ്യൂക്ലൈസിൻ ആൻഡ് സൈക്ലൈസിൻ. സൈക്ലൈസിനും ബ്യൂക്ലൈസിനും പോലെ തന്നെയാണ് സ്ട്രക്ചറിൽ നോക്കുവാണെങ്കിൽ. യൂസ് സെഡേറ്റീവ് ആങ്സിലൈറ്റിക് മാനേജ്മെന്റ് ഓഫ് അക്യൂട്ട് ആൽക്കഹോൾ വിഡ്രോവൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. GPAT അങ്ങനെയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ മെക്കാനിസം ആക്ഷൻ പറയുവാണെങ്കിൽ
കോമ്പീറ്റ് വിത്ത് ഹിസ്റ്റമിനുമായിട്ട് എന്ത് ചെയ്യുന്നു, കോമ്പീറ്റ് ചെയ്യുന്നു ടു ബൈൻഡ് ഓൺ ദി HA റിസപ്റ്റർ സൈറ്റ്. സോ HA റിസപ്റ്റർ സൈറ്റിൽ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിസ്റ്റമിനായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നു. ആൻഡ് സെഡേറ്റീവ് പ്രോപ്പർട്ടി അറ്റ് ദ സബ് കോർട്ടിക്കൽ ലെവൽ ഓഫ് ദ CNS. സോ നമുക്ക് സെഡേറ്റീവ് പ്രോപ്പർട്ടി കൊടുക്കും എന്നുള്ളതാണ്. അപ്പം മറന്നു പോകരുത്, ഹിസ്റ്റമിനുമായിട്ട് ഹൈഡ്രോസൈസൈൻ എന്നാണ്. സോ H ആകുമ്പോൾ ഹിസ്റ്റമിൻ തന്നെ ഓർക്കുക കേട്ടോ. ഹിസ്റ്റമിൻ സൈറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നു, അങ്ങനെ ബൈൻഡ് ചെയ്യുന്നു, ആൻഡ് സബ് കോർട്ടിക്കൽ ലെവൽ ഓഫ് ദ CNS സെഡേഷൻ പ്രോപ്പർട്ടീസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. സ്ട്രക്ചർ റിലേറ്റ് ടു ആരാണ്, ബുക്ലൈസൻ ആൻഡ് സൈക്ലൈസൻ ആണ്, മറന്നു പോകരുത് കേട്ടോ. സോ ഭയങ്കര സിമ്പിൾ ടോപ്പിക്സ് ആണ്, അധികം ടഫ്നെസ് ഇല്ല. നെക്സ്റ്റ് വൺ ഈസ് ബീറ്റ ബ്ലോക്കറാണ്. നമുക്കിത് ഓൾറെഡി പഠിക്കണം, അവിടെ ഹൈപ്പർ ടെൻഷനിൽ പഠിക്കേണ്ട ആവശ്യമുണ്ട്. നോൺ കാർഡിയോ സെലക്റ്റീവ് ബീറ്റ അഡ്രനർജിക് അൻറ്റഗോണിസ്റ്റ് ആണ് പ്രൊപ്രനോൾ. എന്താണ് നോൺ കാർഡിയോ സെലക്റ്റീവ് ബീറ്റ അഡ്രനർജിക് അൻറ്റഗോണിസ്റ്റ്. മെക്കാനിസം ആണെങ്കിലോ ബ്ലോക്ക് β1 അഡ്രനർജിക് റിസപ്റ്റർ. ആരാണ് ബ്ലോക്ക് ചെയ്യുക, β1 അഡ്രനർജിക് റിസപ്റ്റേഴ്സ് ആണ്. റെഡ്യൂസിങ് ഹാർട്ട് റേറ്റ്, BP ഒക്കെ കുറയ്ക്കുവാണ് ചെയ്യുക. യൂസ് പറയുവാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഓർ പ്രിവെൻഷൻ ഓഫ് ഡിസോർഡർ ഇൻക്ലൂഡിങ് MI കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യും. അരിത്തീമിയ കുറയ്ക്കുക, അഞ്ജീന പെക്ടോറസ് കുറയ്ക്കുക, ഹൈപ്പർ ടെൻഷൻ, മൈഗ്രെയിൻ, ആങ്സൈറ്റി, ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഡ്രഗാണ് പ്രൊപ്രനോൾ കേട്ടോ. ബീറ്റ ബ്ലോക്കർ ലാസ്റ്റ് ഓളിൽ അവസാനിക്കുന്നു എന്ന് പഠിക്കുക. പ്രൊപ്രനോൾ അങ്ങനെ 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 പഠിച്ച് പോകട്ടെ. എല്ലാം ലോളിലാണ് അവസാനിക്കുക കേട്ടോ, അത് മറന്നു പോകല്ലേ. സോ നമുക്ക് ഇവിടെ പഠിക്കാൻ പ്രൊപ്രനോൾ മാത്രമേ ഉള്ളൂ കേട്ടോ. സോ പ്രൊപ്രനോൾ, മെറ്റോപ്രനോൾ, അങ്ങനെ വീണ്ടും ഫർദർ ക്ലാസ്സിഫൈ. നമുക്കത് ഹൈപ്പർ ടെൻഷൻ പഠിക്കുമ്പോൾ കാര്യമായിട്ട് നമുക്ക് നോക്കാം, അവിടെ നമുക്ക് വേണ്ടുള്ളൂ. ഇവിടെ അത്രയും അധികം നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. ഇനി അതർ ഓൾട്ടർനേറ്റീവ് ഡ്രഗ്സ് ഉണ്ട്. ലാസ്റ്റ് വൺ ആണ് കാർബമസെപ്പൈൻ ആണ്. സോ ആൻറ്റി കൺവൽസൻ്റ് ആണ്, പാർഷ്യൽ സീഷറിന് യൂസ് ചെയ്യാറുണ്ട്. ടോണിക് ക്ലോണിക് സീഷർ, ന്യൂറോളജിക്കൽ പെയിൻ, സൈക്കാട്രിക് ഡിസോർഡേഴ്സിനൊക്കെ കാർബമസെപ്പിൻ യൂസ് ചെയ്യാറുണ്ട്. കാർബമസെപ്പിന് ഒരുപാട് യൂസസ് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് ഡ്രഗാണ്. മെക്കാനിസം പറയുവാണെങ്കിൽ ബ്ലോക്സ് യൂസ് ഡിപ്പെൻഡൻറ്റ് സോഡിയം ചാനൽ. ആരെയാണ് സോഡിയം ചാനൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ആൻറ്റി കൊളിനർജിക്, സെൻട്രൽ ആൻറ്റി ഡയൂററ്റിക് ആണ്, ആൻറ്റി അരിത്തീമിക് ആണ്, മസിൽ റിലാക്സൻ പ്രോപ്പർട്ടീസും ഉണ്ട്. എന്തൊക്കെയാണ്, ആൻറ്റി കൊളിനർജിക് ആണ്, മറന്നുപോലെ ആൻറ്റി കൊളിനർജിക് ആണ്, സെൻട്രൽ ആൻറ്റി ഡയൂററ്റിക് ആണ്, ആൻറ്റി അരിത്തീമിക് ആണ്, മസിൽ റിലാക്സൻ പ്രോപ്പർട്ടീസും ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഇമ്പോർട്ടൻ്റ്, എന്താ ആൾ വന്നു, സോഡിയം വാൽപ്രൈറ്റ് ആണ്, നമ്മളിത് ഓൾറെഡി പറഞ്ഞു. ഫാറ്റി ആസിഡ് വിത്ത് ആൻറ്റി കൺവൽസൻ പ്രോപ്പർട്ടി ആണ്. മെക്കാനിസം എന്താണ്, കൺവേർട്ട് ടു വാൽപ്രോയിക് ആസിഡ്. എന്ത് ചെയ്യുന്നു, വാൽപ്രോയിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പ്രൊലോങ് ദ ഇനാക്റ്റീവ് സ്റ്റേറ്റ് ഓഫ് സോഡിയം അയൺ ചാനൽ. സോഡിയം അയൺ ചാനൽ എന്ത് ചെയ്യുന്നു, സോഡിയം അയൺ ചാനലിനെ ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ തന്നെ നിർത്തുന്നു. എന്ത് ചെയ്യുന്നു, സോഡിയം ചാനൽ ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ തന്നെ നിർത്തി വെക്കുകയാണ് ചെയ്യുക. ആൻഡ് മോഡുലേറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ്. എന്ത് ചെയ്യുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസിൽ നിന്ന് മോഡുലേറ്റ് ചെയ്യുന്നു. ട്രീറ്റ്മെൻറ്റ് ഓഫ് എപ്പിലെപ്സിക്ക് കൊടുക്കുന്നു. അക്യൂട്ട് മാനിയാക്, ബൈഫേസ് ഓഫ് ബൈപ്പോളർ ഡിസോർഡർ, പ്രൊഫൈലാക്സ് ഓഫ് മൈഗ്രെയിൻ. ഓക്കെ, ഭയങ്കര സിമ്പിളാണ്, എന്നാൽ ഇമ്പോർട്ടൻറ്റ് ഡ്രഗാണ്. ഈ രണ്ട് സാധനം പഠിക്കാതെ പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ മാത്രമല്ല, കാർബമസെപ്പിൻ കൺവൽഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്, സോഡിയം വാൽപ്രൈറ്റും കൺവൽഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്ന് പോകരുത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗാണ്. സോ ഇത്രയേ ഉള്ളൂ, ഭയങ്കരമായിട്ടൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് തീരുന്നൊരു ചാപ്റ്ററാണ്. സോ എന്നിട്ട് വായിക്കുക, ഡ്രഗ്സ് ക്ലാസിഫിക്കേഷൻ പഠിക്കുക, ഓരോ ഡ്രഗ് എടുത്ത് വെച്ച് പഠിക്കുക. ഞാൻ ഷോർട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുള്ള ഭയങ്കര സിമ്പിളാണ്, അത് മാത്രം പഠിച്ചാൽ മതിയാവും. സോ നെക്സ്റ്റ് ആണ് ബൈ.